ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നെറ്റ് സിലബസിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ടോപ്പിക്കിലെ നമ്മൾക്ക് പറയാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് തിയറീസ് ആണ്. ഓക്കെ, അപ്പോൾ തിയറീസ് എന്ന് പറയുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് തിയറീസ് ഒക്കെ എന്താണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ലേണിംഗ് തിയറീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ലേണിംഗ് തിയറീസിനെ നമുക്ക് കുറെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് കണ്ടില്ലേ? അപ്പൊ ഇതില് ഇപ്പോൾ ലേണിംഗ് തിയറീസ് ബിഹേവിയറിസ്റ്റ് തിയറീസ് ഉണ്ട്, കോഗ്നിറ്റീവ് തിയറീസ് ഉണ്ട്, ഗസ്റ്റാൾട്ട് തിയറി ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് തിയറി ഉണ്ട്. പിന്നെ ഈ ബിഹേവിയറിസ്റ്റ് തിയറിയുടെ അണ്ടറിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോഗ്, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് JB വാട്സൺ, ഒപ്പാരൻ കണ്ടീഷനിങ് BF സ്കിന്നർ, കോണ്ടിഗിറ്റി തിയറി എഡ്വിൻ ഗുത്രി, ഇത്രയും വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കോഗ്നിറ്റീവ് തിയറിയുടെ കീഴിലാണ്. പിന്നെ ഗസ്റ്റാൾട്ട് തിയറി വരുന്നുണ്ട്, ഹ്യൂമനിസ്റ്റിക് തിയറി വരുന്നുണ്ട്. ഗസ്റ്റാൾട്ട് തിയറിയുടെ ആളായിട്ട് വരുന്നുള്ളത് എന്താണ്? ഓക്കെ, ഗസ്റ്റാൾട്ട് തിയറിയുടെ ഭാഗമായിട്ട് വരുന്നത് ഇൻസൈറ്റ് ലേണിംഗ് ബൈ കൊഹ്ലർ ആണ്. പിന്നെ ഹ്യൂമനിസ്റ്റിക് തിയറി ആയിട്ട് വരുന്നത് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. ഇത് എക്സാമിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കറന്റ് എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾക്ക് ഈ കോഗ്നിറ്റീവ് തിയറിയുടെ അണ്ടറിൽ തന്നെ SR തിയറി ഉണ്ട്, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ഉണ്ട്, അതിന് തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ എഫക്റ്റീവ് തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഉപജ്ഞാതാവായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് എഡ്വേർഡ് തൊണ്ടേക്കാണ്. ഇനി അടുത്തതാണ് കൺസ്ട്രക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് തിയറികൾ ഉണ്ട്. ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റീവ് തിയറി ജീൻ പിയാഷെ, പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റീവ് തിയറി ബൈ ലെ വൈഗോഡ്സ്കി, സബ്സംഷൻ തിയറി ബൈ ഡേവിഡ് ഒസബൽ, ബേണേഴ്സ് തിയറി ഓഫ് ലേണിംഗ് ജെറോമസ് ബ്രൂണർ. പിന്നെ ഈ കോഗ്നിറ്റീവ് തിയറിയുടെ അണ്ടറിൽ തന്നെ വരുന്ന അനദർ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി. അത് പിയാഷെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ മോറൽ ഡെവലപ്മെന്റൽ തിയറി ലോറൻസ് കോൾബർഗ്, പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബന്ദുരെ. ഓക്കെ, പിന്നെ ലേറ്റന്റ് ലേണിംഗ് ടോൾമാൻ ആൻഡ് ഹൻസിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഡീപ്പായിട്ടൊന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറിയുടെ അണ്ടറിൽ വരുന്ന എന്താണ് ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി നോക്കാം. ആദ്യമായിട്ട് ബിഹേവിയറൽ തിയറീസ് ആർ സെൻറ്റേർഡ് ഓൺ ദ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ സൊസൈറ്റിയിലുള്ള ആ കുട്ടിയുടെ ആ സൊസൈറ്റി ആ കുട്ടി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ആ പരിസ്ഥിതി, ആ കുട്ടി ജനിച്ചു വളരുന്ന ആ പരിസ്ഥിതി ആ കുട്ടി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി പഠിക്കുന്ന അതിന്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്, പരിസ്ഥിതിയിൽ നിന്നാണ്, പാരൻസിൽ നിന്നാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ തിയറീസ് എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഇൻക്ലൂഡ് അസോസിയേഷൻ, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. ഈ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുമ്പോൾ അതിൽ ആ കുട്ടി ഇടപഴകുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന
ആ കുട്ടിയുടെ പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചുറ്റുപാടുകളൊക്കെ. പിന്നെ റീഇൻഫോഴ്സ്മെന്റ്, അതായത് ഇപ്പം നമ്മളിപ്പോ നീ പരീക്ഷയ്ക്ക് ജയിക്കുകയാണെങ്കിൽ ഫോൺ മേടിച്ചു തരാം, അത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ, അതേപോലെ പണിഷ്മെന്റുകൾ ഉണ്ടാവൂലേ. അതായത് ഒരു ചീത്ത കാര്യം ചെയ്യുമ്പോൾ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, അവർക്ക് ശിക്ഷ ലഭിക്കും, ഒരു അടി കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്ത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന പണിഷ്മെന്റ് എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു ബിഹേവിയർ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ, ബിഹേവിയറൽ തിയറി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസസ് എങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തിയറികളാണ്. ഇനി അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു ഈ അക്കോർഡിംഗ് ടു ഇൻ ദിസ് തിയറി എങ്ങനെയാണ് അസോസിയേഷനിലൂടെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യത്തെ തിയറി വരുന്നതാണ് ലേണിംഗ് ത്രൂ അസോസിയേഷനിൽ വരുന്ന ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ ഇവാൻ പാവ്ലോഗ്. ഇവാൻ പാവ്ലോഗിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് സജസ്റ്റ് ദാറ്റ് ലേണിംഗ് occurs when an association is formed between a previously neutral stimulus and a naturally occurring stimulus. അതായത് നമുക്ക് ഈ ഒരു പരീക്ഷണം വെച്ച് ചെയ്യാം. അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാല്, ഒരു നായ, ആ നായക്ക് എന്താണ്, ഓൾറെഡി ഉള്ള നായകളുടെ ഒരു നാച്ചർ എന്ന് പറഞ്ഞാൽ ഫുഡ് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സലൈവ വരും, വായിന്ന് വെള്ളം വരും. ഓക്കെ, അതായത് ഇത് അൺകണ്ടീഷൻ, നമ്മൾ അവിടെ ഒരു ചേഞ്ചോ വരുത്തിയത് നാച്ചുറൽ പ്രോസസ്സാണ്. അതേപോലെ തന്നെ നായന്റെ വായിന്ന് വെള്ളം വരിക എന്നുള്ളതും ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അത് ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമ്മൾ ചെയ്യണം എന്താ വെച്ചാല്, നമ്മൾ ഇനി കണ്ടീഷൻ ചെയ്യണം. നമുക്ക് എന്തോ ഒരു പരീക്ഷണം അവിടെ വിജയിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ബെല്ല് കൊണ്ടുവരും, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് കൊണ്ടുവരും. അപ്പൊ നായ എന്താണ്, ഒരു റെസ്പോൺസ് ഉണ്ടാവൂല. പക്ഷെ നായ സംഭവം കാണുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്ക്, ഇനി നമ്മൾ കണ്ടീഷനിന്റെ ഏറ്റവും നല്ലൊരു സ്റ്റേജിലേക്ക് വരാണ്, പീക്ക് ലെവലിലേക്ക് വരണം. എന്താന്ന് വെച്ചാല് നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മള് ഫുഡ് കൊടുന്നപ്പോ നായന്റെ വായിന്ന് സലൈവ വന്നു, രണ്ടാമത് ന്യൂട്രൽ സ്റ്റിമുലസ് വെച്ചപ്പോൾ റെസ്പോൺസ് ഉണ്ടായില്ല. ഇനി അവിടെ കണ്ടീഷൻ നടക്കാണ്. അപ്പോൾ ഡ്യൂറിങ് കണ്ടീഷനിൽ എന്താണ്, നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നോട് കൂടിയിട്ട് ഒരു ബെല്ലും ഇങ്ങനെ കിണി കിണി എന്നുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ എന്തായി, ഓട്ടോമാറ്റിക് ആയിട്ട് ഫുഡ് കാണുമ്പോൾ നായകളുടെ വായിന്ന് വെള്ളം വരും, സലൈവ വരും. അപ്പൊ അവിടെ അൺകണ്ടീഷൻ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. ഈ കണ്ടീഷൻഡ് അൺകണ്ടീഷൻഡ് ന്യൂട്രൽ സ്റ്റിമുലസ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യണോ. പിന്നെ എന്താ വെച്ചാല്, ഇനി കണ്ടീഷനിങ് കഴിഞ്ഞതിന് ശേഷം എന്താ ഉണ്ടാവുന്നത്, ജസ്റ്റ് ഫുഡ് വേണ്ടി വരൂല, ജസ്റ്റ് ആ ബെല്ല് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എന്താവും, അവിടെ കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാല് പഠനം നടക്കുന്നത്, ലേണിംഗ് ഒക്കർ ചെയ്യുന്നത് when an association is formed between a previously neutral stimulus and a naturally occurring stimulus. ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് നമ്മൾ അതിലേക്ക് കണ്ടീഷൻ ചെയ്ത് വെച്ചുകൊടുക്കുകയും ചെയ്യും, പോരാത്തതിന് ഒരു ന്യൂട്രൽ ഓൾറെഡി ഉള്ള നാച്ചുറൽ കൂടി മിക്സ് ആവുന്ന സമയത്താണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് നടക്കുന്നത്. ഇൻ എക്സ്പെരിമെന്റ്, ഇവാൻ പാവ്ലോഗിന്റെ ഈ ഡോഗിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റില് അതെന്താണ്, ബൈ റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പാവ്ലോഗ് ഈ നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ്, അവിടെ ഫുഡ് ഒരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്, അത് പെയർഡ് വിത്ത് ദ സൗണ്ട് ഓഫ് എ ബെല്ല്. അതായത് ലാസ്റ്റ് ആദ്യം നായക്ക് എന്ത് ചെയ്യും, ആദ്യം നായക്ക് നമ്മള് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, കണ്ടീഷനിങ്ങിന്റെ മുമ്പ് ആ ഫുഡ് കാണുമ്പോൾ നായന്റെ വായിന്ന് വെള്ളം വരും എന്നുള്ളതാണ്. അപ്പോ പിന്നെ ആ ബെല്ലും ഫുഡും കൂടെ കൊണ്ടുവെക്കുന്ന സമയത്ത് അൺകണ്ടീഷൻ ആയിട്ടുള്ള റെസ്പോൺസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല്, എന്താണ്, അവിടെ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത്, നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ ബെല്ലുമായിട്ട് പെയർ ചെയ്യാണ്. ദ ഡോഗ്സ് വുഡ് നാച്ചുറലി സലൈവ ഇൻ റെസ്പോൺസ് ടു ഫുഡ്. ഫുഡ് കാണുമ്പോൾ ഡോഗ്സ് ഓൾറെഡി സലൈവ വരും അങ്ങനെ. ബട്ട് ആഫ്റ്റർ മൾട്ടിപ്പിൾ അസോസിയേഷൻ, ഒരുപാട് ടൈം അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത കാരണം തന്നെ ദ ഡോഗ്സ് വുഡ് സലൈവേറ്റ് ടു ദ സൗണ്ട് ഓഫ് ദ ബെൽ അലോൺ. അപ്പോൾ ബെല്ല് മാത്രം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നായന്റെ വായന്ന് സലൈവ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവാൻ പാവ്ലോഗിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരു ഫുഡ് കൊണ്ടുവെക്കും, അപ്പോൾ ഓട്ടോമാറ്റിക് ഫുഡ് കാണുമ്പോൾ ഒരു അൺകണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാവും. പിന്നെ ന്യൂട്രൽ സ്റ്റിമുലസ് കൊണ്ടുവെക്കും, ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഡ്യൂറിങ് കണ്ടീഷന്റെ ടൈമിൽ ഫുഡ് പ്ലസ് ബെല്ല്, അതായത് ഫുഡ് കൊണ്ടുവന്ന സമയത്ത് ഒരു ബെല്ല് ഇങ്ങനെ അടിക്കും. അപ്പോൾ എന്താണ്, ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് അവിടെ ഉണ്ടാവും.
പിന്നെ ആഫ്റ്റർ കണ്ടീഷനിങ് എന്താണ്, അവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ സലൈവ വരും എന്നുള്ളതാണ് ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് പഠിച്ചു. അപ്പോ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോവാണ്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് JB വാട്സന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. JB വാട്സൺ എന്താന്ന് വെച്ചാല് ഒരു 1.5 വയസ്സുള്ള 9 മാസം പ്രായമുള്ള കുട്ടിയിലാണ് അദ്ദേഹം ഈ പരീക്ഷണം നടത്തുന്നത്. ഇതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇതിന്റെ പേരിൽ വന്നിട്ടുണ്ട്. അപ്പോ നോക്കാം. വാട്സൺ wanted to find out the classical conditioning would be applied to children's behavior. കുട്ടികളുടെ പെരുമാറ്റത്തിൽ എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഡോഗ്സിലൊക്കെ അല്ലേ പരീക്ഷ നടത്തിയത് ഇവാൻ പാവ്ലോവൊക്കെ ആണെങ്കിൽ, ഇതിപ്പോ ഒരു ഹ്യൂമനിലാണെങ്കിൽ ഒരു കുട്ടിയിലാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇതിനെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് അദ്ദേഹം വിളിച്ചു. ഓക്കെ, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. വാട്സൺ കൺക്ലൂഡഡ് ദാറ്റ് അഡൾട്ട് ക്യാൻ മൗൾഡ് ചിൽഡ്രൻസ് ബിഹേവിയർ ദ തോട്ട് ബൈ കെയർഫുള്ളി കൺട്രോളിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് ആദ്യമായി ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാ പറയുന്നത്, കൺസിസ്റ്റിംഗ് ഓഫ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് ദ നമ്പർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു പിക്ക് നോക്കാം. ഇപ്പൊ ഇതില് അദ്ദേഹം ഇവിടെ നിന്നൊരു അസോസിയേഷന്റെ ഭാഗമായിട്ടാട്ടോ, ഇത് കുട്ടിയിൽ എങ്ങനെയെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം എന്താന്ന് വെച്ചാല് ഈ വൈറ്റ് റാറ്റിനെ കാണുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കുട്ടിന്റെ ആ ഒരു നോ ഫിയർ, ആ കുട്ടിക്ക് ഒരു പേടിയില്ലായിരുന്നു. അതായത് അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് കേട്ടോ വൈറ്റ് റാറ്റ് എന്നുള്ളത്. ഒരു കുട്ടിക്ക് ഒരു പേടിയില്ല. ഇനി പിന്നുണ്ടല്ലോ, പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഒരു 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 സ്റ്റീൽ ബാറിൽ എന്ത് ചെയ്തു, ഹാമർ കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. ഈ കൂടുതൽ ഓവറായിട്ടുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്തു, ഭയങ്കര പേടി ഉണ്ടായി, ഒരു ന്യൂട്രൽ റിഫ്ലെക്സ് അവിടെ ഉണ്ടായി. ഓക്കെ, പിന്നെന്ത് ചെയ്തു, ഇനി കണ്ടീഷൻ ചെയ്യാൻ കേട്ടോ. ഇനി ആ വൈറ്റ് റാറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്തു, ആ സ്റ്റീൽ ബാർമേല് ഹാമർ കൊണ്ട് ഇങ്ങനെ അടിച്ച്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്തു, ആ ഒരു ഉയർന്ന സൗണ്ട് കണ്ടു, പോരാത്തിന് എലിനെ അവിടെ കണ്ടു, വൈറ്റ് റാറ്റിനെയും കണ്ടു. അപ്പൊ കുട്ടി നല്ലോണം എന്തായത്, ന്യൂട്രൽ റിഫ്ലെക്സ് അവിടെ, നാച്ചുറൽ റിഫ്ലെക്സ് അവിടെ ഉണ്ടായിട്ടോ. നാച്ചുറൽ റിഫ്ലെക്സ് ആണ്, സോറി ട്ടോ നേരത്തെ പറഞ്ഞ മാറിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ റിഫ്ലെക്സ് അവിടെ ഉണ്ടായി. കുട്ടി സ്വാഭാവികമായിട്ടും വലിയ സൗണ്ട് കണ്ട കാര്യം. അപ്പൊ ഇപ്രാവശ്യം എലിനെയും കൂടെ കണ്ടു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു വെച്ചാല് ആഫ്റ്റർ കണ്ടീഷനിങ് ആ കുട്ടി എപ്പോ വൈറ്റ് റാറ്റിനെ കാണുകയാണെങ്കിലും, ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ വൈറ്റ് റാറ്റ് ആണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ വൈറ്റ് റാറ്റിനെ കാണുമ്പോൾ കുട്ടി കണ്ടീഷൻ ആയിട്ടുള്ള റിഫ്ലെക്സ് അവിടെ അസോസിയേറ്റ് ചെയ്തു. ആ ഒരു ബിഹേവിയർ ആ കുട്ടി എപ്പോ വൈറ്റ് റാറ്റിനെ കാണുമ്പോഴും കുട്ടി നല്ലോണം പേടിക്കും. അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ JB വാട്സന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ലേണിംഗ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന വേറൊരു ഐറ്റാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ് ബൈ BF സ്കിന്നർ. ഓക്കെ, അപ്പോ അതായത് ഒപ്പാരന്റ് കണ്ടീഷനിങ് ഈസ് എ ടൈപ്പ് ഓഫ് അസോസിയേറ്റീവ് ലേണിംഗ് ദാറ്റ് ഇൻവോൾവ് സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് എ ബിഹേവിയർ ബൈ യൂസിങ് റീഇൻഫോഴ്സ്മെന്റ് ഓർ പണിഷ്മെന്റ്. ഇപ്പൊ നമ്മള് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കുട്ടിക്ക് SLCയിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ A+ വാങ്ങുകയാണെങ്കിൽ ഐഫോൺ വാങ്ങിത്തരാന്ന് പറയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, ആ കുട്ടി ചെയ്യുന്ന ആ പ്രവൃത്തിയെ ആവൃത്തി എന്ത് ചെയ്യും, കുട്ടി കൂട്ടും. ഇനിയിപ്പോ നമ്മൾ ഇത് ലേണിംഗ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് കൊടുക്കണം എന്താ വെച്ചാല് ആ കുട്ടി തെറ്റായിട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് അവിടെ ആ കുട്ടി ആ ചെയ്യുന്ന ആ തെറ്റിന്റെ ആവൃത്തി ആ കുട്ടി കുറക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. ഇനിയിപ്പോ it's sometimes also referred to as a Skinnerian conditioning and instrumental conditioning എന്ന് പറയും. നമുക്ക് ഈ ഒരു എക്സാമ്പിളിന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി നമ്മള് ചെറിയ കുട്ടികളൊക്കെ അടിക്കും. അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കും. അതായത് ആ ഒരു പ്രവൃത്തി അവരിൽ ഉണ്ടാവാതെ നല്ല സ്വഭാവം അവരിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ കണ്ടീഷൻ ചെയ്തെടുക്കും എന്നുള്ളതാണ് ഒപ്പറന്റ് കണ്ടീഷനിങ് ബൈ BF സ്കിന്നർ. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത്
ഓക്കെ, ഇതിനൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒപ്പറന്റ് കണ്ടീഷനിങ് ഈസ് എ ടൈപ്പ് ഓഫ് അസോസിയേറ്റീവ് ലേണിംഗ് ദാറ്റ് ഇൻവോൾവ് സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് എ ബിഹേവിയർ ബൈ യൂസിങ് റീഇൻഫോഴ്സ്മെന്റ് ഓർ പണിഷ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റോ പണിഷ്മെന്റോ കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ ആ കുട്ടികളുടെ ഒരു ഇതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കും അല്ലെങ്കിൽ വീക്കൻ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒപ്പറന്റ് കണ്ടീഷനിങ് വാസ് എ ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ് B.F. സ്കിന്നർ. B.F. സ്കിന്നർ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് സംടൈംസ് ആൾസോ റെഫേർഡ് ടു എസ് എ സ്കിന്നേറിയൻ കണ്ടീഷനിങ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ കണ്ടിട്ട് ഈ എക്സാംസിന് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിന് വരാറുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാം. ഇനി നോക്കാം, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതാണ് എഡ്വേർഡ് തൊണ്ടൈക്കിന്റെ ലോ ഓഫ് എഫക്റ്റ് ലേണിംഗ് മോഡലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എഡ്വേർഡ് ലീ തൊണ്ടൈക്ക് effect learning model. Edward Lee Thorndike was another important part of the development of behaviorist theory. His research formed the basic of understanding operant conditioning. He also created a learning model called the law of effect. From this experiment, he concluded that behavior that produces desired outcome is likely to be repeated, while behavior that produces undesired outcome will decrease over time and even go extinct. Thorndike called the law of effect. According to Thorndike, learning take place by trial and error. അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താണ് ഇദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വായിക്കാറ് നമ്മൾ ആദ്യം അവിടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് റെഫർ ചെയ്യാം. അതായത് ഇദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ ഒരു പൂച്ചനെ ഒരു ചില്ലിന്റെ കൂട്ടിലിട്ട് എന്നിട്ടൊരു ലിവറും വെച്ച്, അപ്പോ എന്താണ് അത് എന്നിട്ട് ആ ഡോറ് ക്ലോസ് ആക്കി വെച്ച്. അപ്പം കുറേ നേരം പൂച്ചനെ കൂട്ടിയിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഐറ്റങ്ങൾക്ക് എന്ത് ചെയ്യും, വിശക്കുമല്ലോ. അങ്ങനെ അതിന് വിശക്കണ സമയത്ത് പൂച്ച കുറേ വട്ടം അതിങ്ങനെ തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഒന്നത് തുറന്ന് വരുന്നില്ല. അപ്പം എന്നിട്ടാണെങ്കിലോ അപ്പുറത്ത് പൂച്ചക്ക് കാണുന്ന രൂപത്തിൽ ഫുഡും വെച്ചിക്കണം, ഒരു മീനും വെച്ചിട്ടുണ്ട് അവിടെ, കാറ്റിന്റെ ഫുഡും വെച്ചാണ്. അപ്പോൾ എന്താണ് ഈ പൂച്ച എപ്പോഴും ഇങ്ങനെ ആ ഡോറ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ബോക്സിന്റെ ഉള്ളിലിരുന്ന്. അപ്പൊ ഈ പൂച്ചന്റെ ഈ ഒരു പരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുറേ പൂച്ച ശ്രമിച്ചുകൊണ്ടിരിക്കും, പറ്റൂല, പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും, പറ്റൂല. അപ്പൊ ഇത്തരത്തിലുള്ള ട്രയൽ ആൻഡ് എററുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, നമ്മളുടെ ഒരു ലേണിങ് നമ്മളില് വരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണമായിട്ട് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാല് ആ പൂച്ച ഇങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിന്നു. അങ്ങനെ ഒരു ബിഹേവിയർ ഔട്ട്കം ആയിട്ട് കിട്ടി എന്നുള്ളത്. അതായത് പൂച്ചക്ക് പിന്നെ ആ ലിവർ എപ്പോഴോ പൂച്ച പ്രസ് ചെയ്തപ്പോൾ കൂട് ഓപ്പൺ ആയി വന്ന് പൂച്ചക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഇദ്ദേഹം കുറച്ച് പ്രൈമറി ഗോൾസ്, സെക്കൻഡറി ഗോൾസ് ഇതിന്റെ ഒരു പരീക്ഷണത്തിന്റെ ബേസിസിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമറി ലോസ് ആയിട്ട് നമുക്ക് 3 ലോസും സബോർഡിനേറ്റ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ലോസ് ആയിട്ട് ഒരു 1 2 3 4 5 ലോസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പ്രൈമറി ലോസ് എന്താന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ലോ ഓഫ് റെഡിനെസ് ആണ്. റെഡിനെസ് മീൻസ് എ പ്രിപ്പറേഷൻ ഫോർ ആക്ഷൻ. ഇപ്പൊ നമ്മൾ നെറ്റ് എക്സാമിന് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മളിപ്പോ പഠനം എന്നുള്ള പ്രോസസ്സ് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിന് വേണ്ടി റെഡി ആവണം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ഇതിന് ഫുള്ള് നമ്മൾ ആപ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ നെറ്റ് എക്സാമിന് പഠിക്കാൻ നമ്മൾ ആദ്യം നെറ്റിന്റെ സിലബസ് സൈറ്റിൽ നിന്ന് എടുക്കണം, ഏതൊക്കെയാണ് ടോപ്പിക്ക്, ഏതൊക്കെയാണ് ഏരിയ വരുന്നതെന്ന് അറിയണം. പിന്നെ നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡൻസ് തരുന്ന ഒരു അക്കാദമിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇനിയിപ്പം പേഴ്സണലി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ലോ ഓഫ് റെഡിനെസ് ആണ്. അതായത് ഇപ്പൊ ആ പൂച്ചന്റെ കേസ് പറയുകയാണെങ്കിൽ ആ പൂച്ചക്കുള്ള ആ ടൂൾസ് ഒക്കെ അവിടെ റെഡിയാക്കി കൊടുത്തു. അതായത് പൂച്ചനെ കൂട്ടിലിരുത്തുന്നു, ഫുഡ് വെച്ചു കൊടുക്കുന്നു, പുറത്ത് ലിവറിന്റെ ഒരു ഇത് അവിടെ പ്രസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന, ലിവർ പ്രസ് ആകുമ്പോഴാണല്ലോ അത് കൂടെ ഓപ്പൺ ആയി വരില്ലേ. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിനുള്ള സെറ്റിങ്സ് അവിടെ റെഡിയാക്കി വെക്കുന്നു. റെഡിനെസ് മീൻസ് എ പ്രിപ്പറേഷൻ ഫോർ ആക്ഷൻ. ഒരു ആക്ഷന്റെ പ്രിപ്പറേഷൻ ആണ്. ഇഫ് വൺ ഈസ് നോട്ട് പ്രിപ്പയർഡ് ടു ലേണിംഗ് കാനോട്ട് ബി ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾഡ് ടു ഹിം.
ഒരാൾ പഠിക്കാൻ റെഡി അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ മോട്ടീവിലാണെങ്കിൽ അതിൽ ഒരിക്കലും പഠനം എന്നുള്ള പ്രോസസ്സ് അതിലേക്ക് വരൂല. അപ്പൊ നമ്മള് എന്നെ കൊണ്ട് മാത്സ് പറ്റൂല എന്ന് വിചാരിച്ചിരിക്കണം, നമുക്ക് ഒരിക്കലും മാത്സ് പറ്റും. നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് പ്രോബ്ലം ചെയ്താൽ ശരിയാവണേ ഉള്ളൂ, നമുക്കിത് എന്താ നെറ്റിന്റെ സിലബസ് പഠിച്ചാൽ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പഠിക്കും, നമുക്ക് മാർക്ക് കിട്ടും, അപ്പൊ നമുക്ക് ഒന്നുകൂടെ മോട്ടിവേഷൻ കിട്ടും, നമ്മൾ പിന്നെയും പഠിക്കും. അതാണല്ലോ പഠനം എന്നുള്ള പ്രോസസ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമം അനുസരിച്ച് ഒന്നാമത് പറഞ്ഞ ലോ ഓഫ് റെഡിനെസ് ആണ്. രണ്ടാമത് വരാണെങ്കിൽ ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാല് പ്രാക്ടീസ് ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് എഫിഷ്യൻസി. അതായത് എപ്പോഴും നമ്മൾ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് എടുക്കണം. നെറ്റ് എക്സാമിന്റെ കേസാണെങ്കിൽ നമ്മളുടെ എക്സസൈസ് എന്താണ്? ക്വസ്റ്റ്യൻ ചെയ്യലാണ്. പഠിക്കുക, തിയറി പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ഇരുന്ന് ചെയ്യുക. മാക്സിമം എത്രത്തോളം PY കിട്ടുന്നുണ്ടോ അത്രത്തോളം PY നമ്മൾ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ലോ ഓഫ് എക്സസൈസ്, അതായത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് എപ്പോഴും നമ്മളുടെ എഫിഷ്യൻസി കൂട്ടും. ഓക്കെ, പഠിക്കണ സമയത്ത് അക്കോർഡിംഗ് ടു തൊണ്ടയ്ക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് തിയറി, SR ബോണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് തിയറി എന്നാണ്. ദ കണക്ഷൻ ആർ സ്ട്രെങ്തൻഡ് വിൽ ട്രയൽ ഓർ പ്രാക്ടീസ് ആൻഡ് ദ കണക്ഷൻസ് ആർ വീക്കൻ വെൻ ട്രയൽ ഓർ പ്രാക്ടീസ് ഇസ് ഡിസ്കണ്ടിന്യൂഡ്. ട്രയൽ ആൻഡ് പ്രാക്ടീസ്, ശ്രമിക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതിങ്ങനെ കൂടും തോറും നമ്മളുടെ കഴിവും കൂടും. പിന്നെ നമ്മളുടെ ആ ഒരു പ്രാക്ടീസ് കുറയുമ്പോൾ നമ്മളുടെ സ്ട്രെങ്തൻ വീക്കൻ ചെയ്യാണ്, ക്ഷയിച്ചു പോവാണ് എന്നുള്ളതാണ്. ഇനി ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാല് സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ് ലീഡ് ടു കൺസോൾട്ടേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ദ കണക്ഷൻ വേറസ് ദ ഡിസാറ്റിസ്ഫിക്കേഷൻ അനോയ്നസ് ഓർ പെയിൻ ലീഡ്സ് ടു വീക്കനിങ് ഓർ സ്റ്റാമ്പിങ് ഔട്ട് ഓഫ് ദ കണക്ഷൻ. അതായത് ഇപ്പോൾ നമ്മളെ എക്സാമിന്റെ ഒരു തന്നെ നമുക്ക് എടുക്കാം. നമ്മളിങ്ങനെ നമ്മൾ പഠിച്ചൊരു സാറ്റിസ്ഫിക്കേഷൻ ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാണ്, നമ്മൾക്ക് അത്രയും ജയിക്കാനുള്ള ആ ഒരു ചാൻസിന് കൂട്ടാണ്. നേരെ മറിച്ച് നമ്മൾക്ക് എപ്പോഴും പെയിനും നമുക്കൊരു ടെൻഷന് നമുക്കൊരു ഡിസാറ്റിസ്ഫിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുക അവിടെ വീക്കൻ ചെയ്യാണ് നമ്മളുടെ കണക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലോ ഓഫ് റെഡിനെസ്, നമ്മൾ റെഡി ആയിരിക്കണം. അപ്പൊ പൂച്ചന്റെ കേസാണെങ്കിൽ അതിനുള്ള എല്ലാ സെറ്റിങ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ആ പൂച്ച ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ട് എനിക്കത് എങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്നു. പിന്നെ ലോ ഓഫ് എഫക്റ്റ്, അങ്ങനെ പൂച്ച നിരന്തരം ഒരു എനിക്ക് കഴിക്കണം എന്നുള്ള ഒരു ഇതിൽ പൂച്ച നിരന്തരം ട്രൈ ചെയ്തതിന്റെ ഫലമായിട്ട് തന്നെ അവിടെ എന്തുണ്ടായി? ലോ ഓഫ് എഫക്റ്റ് ഉണ്ടായി, പൂച്ചക്ക് സാറ്റിസ്ഫിക്കേഷൻ കിട്ടി, അതായത് ഫുഡ് കഴിക്കാൻ പറ്റി. ഇനി നമ്മളിപ്പം 3 ബേസിക് ലോസ് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി ലോസ് ഓർ ബേസിക് ലോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് സബോർഡിനേറ്റ് ലോസ് ആണ്. ഓക്കെ, അതായത് സെക്കൻഡറി ലോസ് എന്ന് പറയും. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, രണ്ടാമത്തെ ലോ ഓഫ് സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്, മൂന്നാമത്തെ പ്രീ പൊട്ടൻഷ്യൽ ഓഫ് എലമെന്റ്സ്, നാലാമത്തെ ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി, അഞ്ചാമത്തെ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് according to this organism various or changes its response still an appropriate behavior hit upon. അതായത് ഒരു മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമിന്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിന്റെ ഇടയിലാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ബിഹേവിയർ നമ്മളിൽ എത്തോളം നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊരു മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും എന്നുള്ളത്, പക്ഷെ നമ്മളുടെ ആ ഒരു ലക്ഷ്യം ഒന്നായിരിക്കും. ഇനി ഇത് ലോ ഓഫ് സെറ്റ് ഒരു ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. അത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ലേണിംഗ് ഈസ് അഫക്റ്റഡ് മോർ ഇൻ ഇൻഡിവിജ്വൽ ഇഫ് ഹി സെറ്റ് ടു ലേൺ മോർ ടു എക്സൽ. അതായത് ലേണിംഗ് അഫക്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെ ഇഫ് ഹി സെറ്റ് ടു ലേൺ മോർ ഓർ എക്സൽ. അതായത് പഠിക്കുക എന്നുള്ളത് നമ്മളവിടെ പ്രൈമറി ലോസിൽ പറഞ്ഞ പോലെ തന്നെ, റെഡിനെസ് പറഞ്ഞ പോലെ തന്നെ, ഇവിടെ നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, നമ്മൾ പഠിക്കുകയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ അടുത്തത് പ്രീ പൊട്ടൻസി ഓഫ് എലമെന്റ്സ്. ഇവിടെ നമുക്ക് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി, എലമെന്റുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഒക്കെപ്പാട് വാരി വലിച്ച് പഠിക്കുന്നറില്ല ആ ഒരു സംഭവത്തിനോട്. എലമെന്റ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സിനെ മാത്രം നമ്മൾ എടുത്താൽ മതി എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി എന്ന് പറയുമ്പോൾ ഇപ്പം according to this law the individuals makes use of old experience or acquisition while learning a new situation. ഇപ്പൊ നമ്മള് ഒരുപാട് പ്രാവശ്യം നെറ്റ് എക്സാമിൽ ട്രൈ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക്
എന്താണ് കഴിഞ്ഞ എക്സാമിൽ നിന്ന് കിട്ടിയൊരു അനുഭവം, തോൽവിയിലൂടെ അവർക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് അവർ ഇനിയുള്ള എക്സാമിൽ അവരുടെ വീക്ക് ഏരിയ കണ്ടെത്തി അവരുടെ ആ ഒരു വീക്ക് ആയിട്ടുള്ള ആ കഴിവിനെ അവര് ബൂസ്റ്റപ്പ് ചെയ്ത് എന്താണ് അതിൽ എക്സലൻസ് ആവും. അപ്പം അവർക്ക് എന്താണ് നെറ്റ് JRF ഒക്കെ എത്താൻ പറ്റും. അപ്പം അവരുടെ ആ ഒരു റെസ്പോൺസ് ബൈ അനലോജിയാണ് അവിടെ വർക്കായത്. അങ്ങനെ അവർക്ക് എന്താണ് ന്യൂ സിറ്റുവേഷനിലെ ലേണിംഗ് ചെയ്യാൻ പറ്റി അവരുടെ ഓൾഡ് അനുഭവങ്ങൾ ഉണ്ടായതിനെ കൊണ്ട് തന്നെ. അപ്പോൾ ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി. പിന്നെ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാല് എന്താണ് അതായത് according to this law we may get any response of which a learner is capable associated with any other situation to which he is sensitive. അങ്ങനെ നമ്മൾ എന്താണ് നമ്മളിപ്പം എല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ അതിന്റെ പീക്ക് ലെവലിൽ എത്തിയാൽ പിന്നെ എന്താണെങ്കിലും നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അതിന് സെറ്റ് ആയി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് അവിടെ ആയി എന്നുള്ളതാണ്. ഇപ്പോൾ പഠിക്കാന്നാണെങ്കിൽ ഇപ്പം എന്താ പഠിച്ച് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് വരാറുണ്ട്. അപ്പൊ അത് വന്നാൽ നമ്മൾക്ക് പിന്നെ എന്തൊരു സിറ്റുവേഷനും നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, പിന്നെ ലോ ഓഫ് സെറ്റർ ആറ്റിറ്റ്യൂഡ്, പ്രീ പൊട്ടൻസി ഓഫ് എലമെന്റ്സ്, പിന്നെ ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി, ദ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇനി കോണ്ടിഗേറ്റീവ് തിയറി എഡ്വിൻ ഗുത്രി. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തിയറിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ബിഹേവിയറൽ തിയറി പോലത്തെ ഒന്നല്ല. ഇദ്ദേഹം പറയുന്നത് എന്താണ് ഇപ്പം ഇദ്ദേഹം ഒരു പൂച്ചനെ ഒരു കൂട്ടിലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ പിക്ക് ഉണ്ടോന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ ഇദ്ദേഹം പൂച്ചനെ ഒരു കൂട്ടിലൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം ഒരിക്കലും നമ്മള് സ്വാധീനിക്കുന്ന നമ്മളുടെ പരിസരങ്ങളോ ചുറ്റുപാടുകളോ ഒന്നുമല്ല ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ. പക്ഷെ എന്താണ് മൂവ്മെന്റ്സ് ആണ് എന്നുള്ളതാണ്. അതായത് അവസാനമായിട്ട് ചെയ്ത നമ്മളുടെ പ്രവൃത്തി എന്താണ് അതാണ് നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ മൂവ്മെന്റ്സിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതെ, അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഒരു പൂച്ചനെ അദ്ദേഹം ഒരു ഗ്ലാസിന്റെ ഒരു ബോക്സിലിട്ട് എന്നിട്ട് ഇതേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോ ഓഫ് എഫക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ തൊണ്ടൈക്കിന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്നിട്ട് ചുറ്റും ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നിട്ട് അതിന്റെ വ്യത്യസ്ത ആംഗിളിൽ നിന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഓക്കെ ആ പൂച്ച എന്താ ചെയ്യുന്ന അറിയാൻ വേണ്ടി. അപ്പം സ്വാഭാവികമായിട്ട് പൂച്ചക്ക് വിശന്ന് പൂച്ച കൂട് തുറക്കാൻ വേണ്ടി നോക്കും, കഴിയൂല. അങ്ങനെ ലാസ്റ്റ് പൂച്ച ചെയ്ത ആ പ്രവർത്തനം ഉണ്ടല്ലോ മൂവ്മെന്റ്, ആ മൂവ്മെന്റിലാണ് ആ പൂച്ചക്ക് തുറക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോസ്റ്റർമിതി എന്ന് പറയുന്നത്. അതായത് പോസ്റ്റർമിതി എന്ന് പറഞ്ഞൊരു ടേം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റർമിതി എന്ന് പറഞ്ഞാൽ വി ഓൾവേസ് ലേൺ ദ ലാസ്റ്റ് തിങ് വി ഡു ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫിക് സ്റ്റിമുലസ് സിറ്റുവേഷൻ. നമ്മളുടെ ഇപ്പൊ പൂച്ചനെ കൂട്ടിലിട്ട ആ ഒരു സിറ്റുവേഷനിൽ പൂച്ച ചെയ്ത അവസാനത്തെ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അതിനെയാണ് പോസ്റ്റർമിതി എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്ത ലാസ്റ്റ് തിങ് ആണ്, ലാസ്റ്റ് പ്രോസസ് ആണ് പോസ്റ്റർമിതി. അതിലൂടെയാണ് ആ പൂച്ചക്ക് അത് പോസിബിൾ ആയത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ഗുത്രി all learning was a consequence of association between a particular stimulus and response. Guthrie argued that stimuli and response affected by specific sensory motor patterns. What is learned are movements. നമ്മൾ പഠിക്കുന്നത് ചലനങ്ങളിലൂടെയാണ്, അല്ലാതെ ബിഹേവിയറുകളിലൂടെയല്ല, നമ്മൾ ചുറ്റുപാടുകൾ കണ്ടിട്ടല്ല. ഇവരുടെ തിയറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു തിയറിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. In quantitative theory, rewards and punishment play no role in learning. റിവാർഡ്സിനും പണിഷ്മെന്റിനും ഒരു റോളും ഇല്ല എന്നാണ് പഠനത്തില്. പോസ്റ്റർമിതി വി ഓൾവേസ് ലേൺ ദ ലാസ്റ്റ് തിങ് വി ഡു ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫിക് സ്റ്റിമുലസ് സിറ്റുവേഷൻ. പോസ്റ്റർമിതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ അവസാനത്തെ ആ പ്രവൃത്തിയാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് തിയറി നമ്മൾ പറഞ്ഞു, ഗ്ലാസ് ബോക്സിൽ ഇട്ടിട്ട് അദ്ദേഹം പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ പറഞ്ഞു. ഇനി നമ്മൾക്ക് ഒരെണ്ണം കൂടെ പറയാൻ തോന്നുന്നു. പിന്നെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി ആണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിടാം. കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാല് ഹൗ ലേണിംഗ് ഫോക്കസ്ഡ് ഓൺ ഹൗ അറ്റൻഷൻ, മെമ്മറി ആൻഡ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് കോൺട്രിബ്യൂട്ട് ടു ദ അക്വിസിഷൻ ഓഫ് നോളജ്.
എങ്ങനെയാണ് ഒരു കോഗ്നിറ്റീവ് അപ്രോച്ചിലൂടെ കുട്ടി പഠിക്കുന്നത്? അതായത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ വിജ്ഞാനപരമായിട്ടുള്ള, അതായത് ബുദ്ധിപരമായിട്ടുള്ള ശ്രദ്ധ, ഇൻഫോർമേഷൻ പ്രോസസ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, ആ ലെവലിലേക്കുള്ള ഒരുപാട് ആൾക്കാർ ആ ലെവലിൽ തിയറി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു എന്താണ് ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് തിയറികൾ ഉണ്ട്. അതിലാണ് പിയാഷെയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അദ്ദേഹമാണ് കുട്ടികളെ ലിറ്റിൽ സയന്റിസ്റ്റ് എന്നൊക്കെ വിളിച്ചത്. അതായത് കുട്ടികൾക്ക് ഓൾറെഡി ഒരു ലേണിംഗ് പ്രോസസ് അവരിലുണ്ട്, അതാണ് പിന്നെ ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നത്, അല്ലാതെ അവരുടെ ചുറ്റുപാട് കണ്ടിട്ടൊന്നല്ല. അവർ ഇൻഡിവിജ്വലി അവരൊക്കെ ഓരോരുത്തരും ഓരോ കുട്ടികളും ലിറ്റിൽ ഐൻസ്റ്റീനുകളാണെന്നൊക്കെ അദ്ദേഹം വിളിച്ചത്. പിന്നെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഇതനുസരിച്ചിട്ട് അദ്ദേഹം ഒരുപാട് മെന്റൽ പ്രോസസ്സുകൾ ഉണ്ട്. അതായത് ഒരു ഇൻഫർമേഷൻ വരുന്ന സമയത്ത് അഡാപ്റ്റേഷൻ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഓർഗനൈസേഷൻ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള അറിവുകളൊക്കെ, ഒരു ഭാഗത്ത് ഫുഡിനെ പറ്റി, ജിമ്മ്, ടെലിവിഷൻ, നമ്മൾ എന്താ കാണുന്നത്, അതൊക്കെ നമ്മളിപ്പോ ഒരു വീട്ടിൽ ഷോക്കേസിൽ ഇങ്ങനെ സാധനങ്ങൾ അടുക്കി വെക്കണ പോലെ, അതിന്റെ സ്ഥാനത്ത് വെക്കുന്ന പോലെ നമ്മുടെ മൈൻഡിലുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അത് ഓരോന്നിന്റെ സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്ട്രക്ചറിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ സ്കീമ എന്ന് പറയാം. അങ്ങനെ ഈ സ്കീമയിലേക്ക് ഒരു ന്യൂ ഇൻഫോർമേഷൻ എത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതാണ്. അപ്പോൾ ആദ്യം അവിടെ അഡാപ്റ്റേഷൻ, അസിമുലേഷൻ സംഭവിക്കും, അക്കോമഡേഷൻ സംഭവിക്കും, പിന്നെ ഇക്വിലിബ്രിയം സംഭവിക്കും. ഇക്വിലിബ്രിയം ആണ് ഫൈനൽ സ്റ്റേജ്. അത് ന്യൂ ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ അഡാപ്റ്റേഷൻ, ഒരു കുട്ടി അതിനെ അഡാപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഒരു ന്യൂ ഇൻഫർമേഷൻ വരുമ്പോൾ ഓൾറെഡി ഉള്ള ഇൻഫർമേഷനിലേക്ക് അത് അസിമുലേഷൻ ചെയ്യും. പിന്നെ അതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ അസിമുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ്, ഇൻഡിവിജ്വൽസ് ഇൻകോർപ്പറേറ്റ് ന്യൂ എക്സ്പീരിയൻസ് ഓർ ഇൻഫർമേഷൻ ഇൻ ടു ദെയർ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓർ സ്കീമ. അതിങ്ങനെ പെട്ടെന്നൊരു വിവരം വരുന്ന സമയത്ത് അത് ആദ്യം ഇൻകോർപ്പറേറ്റ് ആവും. പിന്നെയാണ് പതുക്കെ പതുക്കെ അത് ആദ്യമുള്ള വിവരത്തിനോട് അറ്റാച്ച് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ അത് ഓർഗനൈസ് ചെയ്യുന്ന പറഞ്ഞാല് അത് അത് പിന്നെ നമ്മളൊരു പുതിയ സാധനം വരുന്ന സമയത്ത് അത് പതുക്കെ പതുക്കെ അതിൽ ഓർഗനൈസ് ആയിട്ട് വരും. അങ്ങനെ പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല്. അത് ഒരു കൺസ്റ്റന്റ് സ്ട്രൈവിങ് ഫോർ എ സ്റ്റേബിൾ ബാലൻസ് ആയി പിന്നെ അവിടെ. ഓക്കെ, അങ്ങനെ ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ട് കാണുന്നില്ലേ? അസിമുലേഷൻ അതായത് ഒരു വിവരം വരുന്നു, അക്കോമഡേറ്റ് ചെയ്യുന്നു, ഒരു വിവരം നമുക്ക് കിട്ടുന്നു, അങ്ങനെ അസിമുലേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇക്വിലിബ്രിയം ആവുന്നു. അതായത് ഒരിക്കലും മാച്ച് ആവുന്നില്ല ഓൾറെഡി ഉള്ള വിവരത്തിലേക്ക്. അങ്ങനെ പിന്നെ അത് അക്കോമഡേഷൻ സംഭവിക്കുന്നു, പിന്നെ അഡാപ്റ്റേഷൻ സംഭവിക്കുന്നു, അങ്ങനെ പിന്നെയാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി കുട്ടി സെറ്റ് ചെയ്ത് വെച്ച ഒരു ഇമാജിനിലേക്ക് പിന്നെ പുതിയ ഇൻഫർമേഷൻ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ കുട്ടികൾക്കൊക്കെ ഒരു മൃഗങ്ങളെ ഒന്നും പരിചയം ഉണ്ടാവില്ല. അപ്പൊ പതുക്കെ പതുക്കെയാണ് അവരുടെ ചുറ്റുപാട് ഇങ്ങനെ പഠിച്ചു വരും. ഇപ്പൊ ആദ്യം പൂച്ചനെ കാണുമ്പോ അവര് പിന്നെ ഒരു നായനെ കണ്ടാൽ പറയും വലിയ പൂച്ചാന്ന്. ആ വലിയ പൂച്ച എന്നുള്ളതിലേക്ക് പെട്ടെന്ന് വലിയ പൂച്ച എന്ന് പഠിച്ച കുട്ടീന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞു കൊടുക്കാണ്, മോനെ ഇതാണ് നായ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ആ നായയാണല്ലോ എന്നുള്ള ആ ഒരു പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ കുട്ടി ആകെ ഡൗട്ടാകും. അല്ല, ഇത് പൂച്ചയാണ്, നായല്ല എന്ന് പറയും. അങ്ങനെ അസിമുലേഷൻ സംഭവിക്കും. അങ്ങനെ പിന്നെ ഡിസിക്വിലിബ്രിയം. അതെങ്ങനെ പിന്നെ പറയാ, ഇത് പൂച്ചയല്ലല്ലോ, ഇത് നായല്ല, ഇത് പൂച്ചയാണെന്നല്ല അമ്മ പറഞ്ഞത്. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ ആ കുട്ടി ഓൾറെഡി ഉള്ള ഇൻഫർമേഷനിലേക്ക് ഈ ഇൻഫർമേഷൻ കൂടി അക്കോമഡേറ്റ് ചെയ്ത് ഏകദേശം സെറ്റ് ആക്കും. അങ്ങനെ ഇക്വിലിബ്രിയം എന്നുള്ള സ്റ്റേജിലെത്തും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു.